കുട്ടൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. പുലർച്ചെ 4 മണി. ഇതാ എൻ്റെ ഗാർഡ് രണ്ടെണ്ണം ഇന്നലെ ഒന്നേനും അവൻ്റെ ഫ്രണ്ടാണ് മറ്റേത്. രണ്ടാളും കൂടി എനക്കുവാണെന്നുള്ള കച്ചറയിലാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ രണ്ടാളും മത്സരിക്കുകയാണ്. എന്നെ കടിക്കാൻ പോവാണ്. എനക്കൊരു പേടിയൊന്നുമില്ല. ഈറ്റിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്ലോഗിൽ മനുഷ്യന്മാരുടെ നാവ് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. ഇത് രണ്ടെണ്ണം ഒന്നുമല്ല, ഇനി കുറേ വരാനുണ്ട്. ഇതിപ്പോൾ 4 മണിയല്ലേ, ഒരു 4:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും എത്തും. പക്ഷേ എൻ്റെ മോനിതാ നടക്കാൻ വാ. എങ്ങനെയാ എന്നാ ഓനോട് ഓനും എൻ്റെ മോൻ തന്നെയല്ലേ, എനിക്ക് മാത്രം എൻ്റെ അടുത്ത് വാ, ഇങ്ങോട്ട് വാ. എടാ മോനെ, ഞാൻ ആ ഭാഗത്താണ് നടക്കുന്നതെന്ന്. അങ്ങനല്ല, റസ്ക് തന്നെ. നമസ്കരിക്കൊന്നും വേണ്ട, വാ. റസ്ക് കിട്ടിയിട്ടില്ല എന്നാ, റസ്ക് ഒന്നും പോക്ക് എന്നാ വാ. ഷുട്ടു പറയാണ് അമ്മക്കിപ്പം ഡോഗിന് വേണ്ടി കരിയ ഡോഗിന് അമ്മ പറഞ്ഞേനെ മണി മായിത്തരുമെന്ന്. ഇപ്പം വാ ഇങ്ങോട്ട് വാ. എടാ പോവുക രണ്ടാളും പോവുകയാണേ. രണ്ടാളും പോവുക. എന്താ ചെയ്യുക, രണ്ടാളും പോവുക. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. വേമ്മ റൂബ് ചെയ്ത് കാട്ടി തരുന്നേ. ഇതാ വാ, ഞാൻ ഇങ്ങോട്ട് പോകുന്നതന്നെ. അങ്ങനല്ല ഞാൻ പോകുന്നത്, ഇങ്ങോട്ട് വാ. എന്നെ ഇങ്ങനെ നടത്താൻ കൊണ്ടുപോകില്ല. ഇതാ ചേച്ചി കൊള്ളട്ടോ. ഇവിടെ ഞാൻ താമസിക്കുന്നത്. ഇതാ ഈ സ്ഥലത്ത് 4 മണിയായി. 4 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. 4 മണി കഴിഞ്ഞ് 4:30. ഞാൻ കുറേ ഇവരെ വെയിറ്റ് ചെയ്യുന്നു. ഇവരെ എവിടെയോ പോയിന്ന്. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാണ്. അപ്പോൾ ഇവരില്ലാണ്ട് നടക്കില്ല. അടയെല്ലാം മൂത്രയിച്ചേക്കാം. ഇങ്ങോട്ട് വാടാ, റീലെടുക്കട്ടെ. ഇങ്ങോട്ട് വെളിച്ചത്തേക്ക് വാ വാ. ഇതാ ഇവിടെ വാ, ഇവിടെ നല്ലൊരു കാണാം. വാ ഇങ്ങോട്ട് വന്ന് വാ ഇവിടെ വാ. നമുക്ക് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോവാം ഇന്ന് നടക്കാൻ. വാ വാ. ഇനി എന്നെ കൊണ്ടുപോയില്ല. ഞാൻ എന്നാൽ ഷുട്ടുവിനെ തന്നെ വിളിക്കാം ബ്ലോഗ് എടുക്കാൻ. അതാ നല്ല. ശരിയില്ല ബ്ലോഗ് എടുക്കാൻ. എൻ്റെ ഷുട്ടു മോനാണെങ്കിൽ കറക്റ്റായിട്ട് നിന്ന് തരും. ഞാൻ പോവാണേ ബ്ലാക്കി, ഞാൻ പോവാണേ ബ്ലാക്കി. എന്നാൽ പോട്, അതാ നല്ലേ. ഇത് ബ്ലോഗ് എടുക്കുന്ന കൈ വെക്കുന്നതൊന്നും എനിക്ക് ശരിക്കും അറിയില്ലപ്പാ. ഞാനെങ്ങനെയോ ഒപ്പിച്ച് വെക്കാം. ഇത് പ്രാക്ടീസാണ്. ഇനി അടിപൊളിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ നല്ല വീഡിയോ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പഠിക്കുകയാണ്. ഒന്ന് പഠിച്ചിട്ട് വേണം. എനിക്ക് ന്യൂ ജനറേഷൻ ഇതല്ലേ, CH പോലെ എല്ലാം ന്യൂ ജനറേഷനല്ലേ. കുട്ടികളെ പോലെ നമുക്ക് പറ്റുമോ? 10-58 വരെ ഞാൻ ട്രൈ ചെയ്യാണ്. നിങ്ങളൊന്ന് ക്ഷമിച്ചാൽ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടാ. എൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോയിക്കുന്ന നായ്ക്ക് എൻ്റെ അതാ. എന്നാൽ ഇനി കൊണ്ടുപോയി നടക്കാൻ വരില്ലല്ലേ? എന്നാൽ പിന്നെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് കിടക്കട്ടെ. എന്നെ ആരെയും കടിച്ചു കൊണ്ടോട്ടെ. ഹലോ പറയാം, ഞാനില്ലേ പഠിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ഒന്ന് ക്ഷമിച്ചാൽ കേട്ടോ. എനിക്ക് എന്തോ ഒരാഗ്രഹം. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ന്യൂ ജനറേഷൻ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി പിന്നെ എല്ലാ ലാംഗ്വേജും കൈകാര്യം ചെയ്യുന്ന ആളാണ്. പിന്നെ ഇതൊന്നും അടിച്ചു നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കുട്ടികൾക്ക് എല്ലാ സബ്ജക്റ്റും എടുക്കും. സംസ്കൃതം അടക്കം എടുത്തു കൊടുക്കും. സംസ്കൃതം പറഞ്ഞാൽ ഞാനൊരു സാറ് പിന്നെ ഈ യൂട്യൂബിൽ ഓൺലൈനിൽ പഠിപ്പിച്ചതാണ്. സാറിൻ്റെ പേര് രമേശ് സാർ. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാറിന് ഞാൻ ഓൺലൈനിൽ എന്നെ പഠിപ്പിക്കുന്ന സമയത്തെ സാറ് പറഞ്ഞ് ഓൺലൈനിലാണ് കേട്ടോ. ഇതുവരെ ഞാൻ കണ്ടിട്ട് രമേശ് സാറിന്. പക്ഷേ ഒരാഴ്ച കൊണ്ട് എനിക്ക് വേണ്ടതെല്ലാം സാറിൻ്റെ അടുത്ത് ഞാൻ പഠിച്ചെടുത്ത് സാറിനോട് പറഞ്ഞ് ഇനി ഞാനില്ല, ഞാൻ വേണേ ഫീസ് ഫുള്ളടക്കാം. സാറൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 2 ഫീസ് അടിച്ച് 800 എന്ന് തോന്നുന്നു ഒരു ബാങ്കിലേക്ക്. അങ്ങനെ പിന്നെ ഞാൻ സാറിന് ഒരു അയച്ചു കൊടുത്തു. സാറ് പറഞ്ഞ് ഇത് ഒന്നിച്ച് വായിക്കേണ്ടല്ല സംസ്കൃതം, ഇത് ശരിയായിരിക്കുന്നു. ഒരാഴ്ചയായിട്ടുള്ളൂ. നല്ലോണം അടിപൊളിയായിട്ട്. പിന്നെ എൻ്റെ മോള് വേദവ്യാസമല്ലാട്ടെ കുറച്ചൊക്കെ എല്ലാം അറിയായിരുന്നു. അങ്ങനെ സാറ് രമേശ് സാറ്, ആർക്കെങ്കിലും സംസ്കൃതം പഠിക്കണമെങ്കിൽ നിങ്ങൾ ഉടനടി രമേശ് സാറിനെ കോണ്ടാക്ട് ചെയ്യുക. അടിപൊളി സാറാണ്. ഓരോ ലൈനും ഓരോ വേർഡും അയാളെന്ന് പറയില്ല, സോറി കേട്ടോ, സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് താനേ കാട്ടി തരും. ചിത്രങ്ങളും മറ്റേതും മറിച്ചതെല്ലാം വെച്ച് വരച്ചിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞു തരുമേ.
നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ രമേശ് സാർ കോൺടാക്ട് ചെയ്യുക. സംസ്കൃതം പഠിക്കാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രമേശ് സാറെ കോൺടാക്ട് ചെയ്യുക, പഠിക്കുക. പിന്നെ എനിക്ക് സാറിന് നേരിട്ട് പരിചയമില്ല, ഇനി പരിചയപ്പെടും ഞാൻ. പിന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഞാനേനു സാറേ അത് സുജിത എന്ന് പറഞ്ഞാൽ ഞാനാന്ന് പറയും, സാറിനോട് പറയും ഞാൻ. പിന്നെ ഞാൻ ഓരോന്ന് പിന്നെ എനിക്കിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കാൻ, പിന്നെ ഡ്രോയിങ് പഠിക്കാൻ. ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒന്നിൻ്റെ മെമ്മറിയിൽ 58 വയസ്സായില്ലേ, ഒന്നും തലയിൽ നിൽക്കുന്ന ഒരു സാറ് എന്നോട് പിന്നെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം, ഞാൻ സ്കൂളിൽ തന്നെ നന്നായിട്ട് വരഞ്ഞതാണ്. എന്നിട്ടിപ്പോൾ വരണമെങ്കിൽ ഇപ്പോൾ ഒരു പിന്നെ യൂട്യൂബിലെല്ലാം കാണുന്ന ഒരു പരസ്യം, അവൻ്റെ മോൻ്റെ പേരെന്തെന്നേനു, സച്ചിനാ ആർട്ടിസ്റ്റ് അങ്ങനെ എന്തോ, കുറേ വയസ്സുള്ള സ്ത്രീകളെല്ലാം പഠിപ്പിക്കുന്നത്. അവന് നമ്പർ എന്നിട്ട് ഒരിക്കൽ ഞാൻ പറഞ്ഞു എനിക്ക് ഫോൺ പുതിയ വാങ്ങിയാൽ പഠിക്കാം. പിന്നെ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലേ, എൻ്റെ വാട്സാപ്പിലുണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ട ശേഷം മോനൊന്ന് എന്നെ ഒന്ന് വിളിക്കുമോ? പിന്നെ എനിക്കൊന്ന് പഠിച്ചെടുക്കണം. എനിക്ക് അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ്റെ ഡ്രോയിങ്. ഒന്ന് സാർ ഒന്ന് തന്നെ ഞാൻ ഇന്നൊന്ന് വോയിസ് ഇട്ട് നോക്കട്ടെ. ഞാൻ ഇത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ വോയിസ് ഇടും. എനിക്ക് നല്ല സമയമുണ്ട്. ഈ 4 മണിക്ക് എണീച്ചാൽ വലിയ പണിയൊന്നുമില്ല. പിന്നെ ട്യൂഷൻ എടുക്കണം, അതിൻ്റെ ഇടയിൽ പിന്നെ 6:30 ട്യൂഷൻ എടുക്കും. 6:30 കഴിഞ്ഞാൽ 8:15 വരെ ഞാൻ ട്യൂഷൻ എടുക്കും. അത് എന്താ കരയുന്നേ, എന്തേനു? അമ്മേനോട് ഇന്ന് നടക്കാൻ വന്നില്ല. അമ്മ ഷുഗറെല്ലാം ജാസ്തി ആട്ടെ, എന്നെ നടക്കാൻ കൊണ്ടുപോകണ്ട കേട്ടോ. നമുക്ക് 4 മണിക്ക് എണീച്ചാൽ എന്തിനാ കരയുന്നേ? ഫ്രണ്ട് പോയി വാ, എന്നാൽ അമ്മ ബ്രസ്ക് തരാം, വാ പോരി വാ. എന്നിട്ടില്ലേ അതൊന്ന് എനിക്കൊന്നാലും സാറിൻ്റെ കീഴിൽ പഠിക്കണം. എത്ര ആളാണ് സാറിൻ്റെ കീഴിൽ പഠിക്കുന്നത്? ഞാൻ ഫോണ് പുതിയ വാങ്ങിയാൽ പഠിക്കാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ എങ്ങനെയാ അതിൽ അഡ്മിഷൻ എടുക്കേണ്ടതെന്നൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പഠിക്കുകയാണെങ്കിൽ സാറിനെ ഞാൻ ഫോൺ ചെയ്യുക, എന്നിട്ട് സാറിൻ്റെ പിന്നെ നമ്പറും കാര്യമെല്ലാം എടുത്തിട്ടൊന്ന് നോക്കണം, ട്രൈ ചെയ്യണം, വരക്കണം എന്തായാലും എനിക്ക്. പിന്നെ സംസ്കൃതം ഇനി എനിക്ക് പഠിക്കണ്ട. സംസ്കൃതം ഞാൻ ഒരാഴ്ച കൊണ്ട് കരസ്ഥാക്കി. വേദവ്യാസരെ കുട്ടിയൊക്കെ എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ സാറിന് വോയിസ് ഇട്ടായിരുന്നു. സാറിന് നന്നായിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി ക്ലിയർ ആവാനുണ്ട് വായിക്കാനുള്ളത്. പക്ഷേ ഞാൻ വിചാരിച്ചു പിന്നെ കുറേയിലും കുട്ടികളെടുത്ത് ഞാനിങ്ങോട്ട് പഠിച്ച് സാറിൻ്റെ അടുത്ത് പഠിച്ചതിന് ശേഷം കുട്ടികൾ വേദവ്യാസരെ കുട്ടികൾ ട്യൂഷൻ വന്ന് ഫസ്റ്റ് ബുക്ക് മുതൽ ഒരേ നോട്ടും ഉണ്ടാവുമല്ലോ, ആ നോട്ടെല്ലാം വെച്ച് ഞാനിങ്ങ് പഠിച്ച്. പിന്നെ പിള്ളേരെ കടന്നല്ലാണ്ട് ഞാനങ്ങോട്ട് പഠിച്ചു. പിന്നെ പറയാനറിയില്ല കേട്ടോ, പറയാൻ തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ മലയാളിയാണ്. പിന്നെ എൻ്റെ ഭാഷ ഒന്നും ശരിയില്ല കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കണ്ടേ. ഞാൻ പോണ്ടിച്ചേരി സ്റ്റേറ്റ് മാഹിയിലാണ്. അപ്പോൾ എൻ്റെ ഭാഷ തീരെ ശരിയില്ല. അതെനിക്ക് എനിക്ക് മാറ്റാനും കഴിയുന്നില്ലപ്പാ, അതാണ് പ്രശ്നം. എന്തെങ്കിലും ഒന്ന് തന്നെ 100 പ്രാവശ്യം പറയണം. മാഹി പോയ പ്രശ്നമില്ല കേട്ടോ. മാഹി പോയാൽ എന്താണെന്ന് വെച്ചാൽ അവർക്കെല്ലാം ഈ ഭാഷയാണല്ലോ. എന്തിനാണ് കരയുന്നേ മോനെ? ഇങ്ങോട്ട് പോയി എയറോപ്ലെയിൻ പോകുന്നു, നമുക്ക് എല്ലാവർക്കും കാട്ടിക്കൊടുക്കാമല്ലോ. എന്താ എയറോപ്ലെയിൻ വേണ്ട, പുലർച്ചയാണ്, അതുകൊണ്ടാണ് അത് ക്ലിയർ ആകുന്നില്ല. അയ്യോ അതാ കണ്ട ഹായ് എന്തൊരു രസമോ, കണ്ടില്ലേ? ആകാശത്തൂട്ട ഞാൻ ഇതുവരെ കാര്യമില്ല കേട്ടോ. ഇതിലൊരു കാരണമാണ് വലിയ ആശയുണ്ട് ചാകുന്നതിനെക്കാട്ടും മുന്നേ. പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞതിന് അച്ഛൻ മരിച്ചു പോകുമ്പോൾ അതിൻ്റെ മുന്നേ സുജയ് നീ അമ്മേനെ അന്ന് ഇതിൽ കാറ്റണം. അത് ഞാൻ കാറ്റുകയും ചെയ്യും, ഉറപ്പാണ്. നമുക്ക് ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ശരി കേട്ടോ, ഞാൻ പോയിട്ട് കുളിക്കണം. കുട്ടികൾ ട്യൂഷൻ 6 മണിക്ക് വരും. എന്തിനാ കരയുന്നേ? കുട്ടികൾ 6 മണിക്ക് വരും, 6-6:30 ആകുമ്പോഴേക്ക് വരും. അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് മാറ്റി നിൽക്കണം. എന്നാലാ പഠിപ്പിക്കാൻ പറ്റുക. പുലർച്ചയ്ക്ക് എണീക്കണം എല്ലാവരും, ഒരു 4 മണിക്ക് എണീക്കണം. എന്നാൽ പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിക്കാം. എന്തൊക്കെയുണ്ട് കാണാൻ, ഒരാളെയും പേടിക്കണ്ട. ഇത് CH കോളനിയാണ്, എന്നെ എല്ലാവർക്കും ഒരു CH കോളനിയിലറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയില്ല. ഏത് 3 മണിക്ക് 2 മണിക്ക് 1 മണിക്ക് നടക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറേ ഇമ്മാതിരി കുറേ ഫ്രണ്ട്സുണ്ട്, ഒരു 10-20 ഉണ്ട്. ഇന്ന് ഒന്നിനെയും കാണുന്നില്ല.
എടാ ബ്ലാക്കി, ഞാനിട്ട പേരാണ് കേട്ടോ ബ്ലാക്കി. പിന്നെ ഇവിടെ അടുത്തുണ്ട് ഒരുത്തൻ നായ് പ്രേമി, ഓനാ ചോറ് കൊടുക്കുക. ആളൊരു പെമ്പട്ടിയുണ്ട്, അതിൻ്റെ ബോയ് ഫ്രണ്ടാ. അമ്മ ഈ നായ്ക്കളോടും പൂച്ചകളോടും സംസാരിക്കാൻ എന്തൊരു രസമാണ്, അത് അനുഭവിച്ച് എനിക്കറിയുള്ളൂ. അടിപൊളിയാണ്. ഞാനിവിടുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് CH കോളനി ആരെങ്കിലും സൂചിക്ക് വട്ടായിപ്പോയി ഒളിന്നിരിക്കും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ വന്നില്ല, അവരും കൂടി കാട്ടാന്ന് വെച്ചിട്ടാണ്. അടിപൊളി ഒരു കപ്പിൾസാണ്. ഇതിൻ്റെ കുടുംബശ്രീൻ്റെ ഭാര്യനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിലേ CH കോളനിയിൽ എല്ലാ വീട്ടിലവരാണ് വേസ്റ്റ് എടുക്കുന്നത്. രണ്ടാളും വരും. ഒരു ദിവസം ഞാൻ മയത്ത് നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു വൈഫ് എവിടെയെന്ന്. അന്നേരം പറയാം വൈഫ് ആടെ എവിടെയോ കുടുങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ വരും. അപ്പോൾ അത്രയും സപ്പോർട്ടാണ്. മൂപ്പറാണ് സകല വീട്ടിലും കാര്യം എടുക്കുക. ഭാര്യ എന്നോട് പറയും അവിടെ നിന്നേ ഇവിടെ നിന്നേ, അങ്ങ് വരണ്ട ഇങ്ങ് വരണ്ട, ഞാൻ എടുത്തോളാം. ഈ CH കോളനി നീറ്റാക്കുന്നതിന് ആ 2 കപ്പിൾസാണ്. എന്താ ഏത് ജോലിക്കും അതിൻ്റെതായ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താ വെച്ചാൽ അതിൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ട് അവർക്ക്. അതാണ് എയിം. അത് 4 ദിവസം എടുക്കാണ്ട് നോക്കട്ടെ, CH കോളനി നാറിപ്പോയിക്കും. അവരുള്ളതുകൊണ്ട് അവർ ദിവസവും വരുന്ന എടുക്കുന്ന. അതുകൊണ്ട് ഒരു ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ എന്തെങ്കിലും ഒരു ലീവെല്ലാം വരുമ്പോൾ പിറ്റേന്നേക്ക് CH കോളനിയിൽ ഭയങ്കര സ്മെല്ലടി അല്ല. അത് ഏതൊരു ജോലിയായാലും അവരെ ബഹുമാനിക്കണം നമ്മൾ. അതാണ് ആ സ്ത്രീ ഒരുക്കിയ സമയത്ത് ഒരു ദിവസം ഒരു കല്യാണ പോലെയല്ല നല്ല മാറ്റി പിടിച്ച് നല്ല സുന്ദരിയായിട്ട് ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതാരാ എൻ്റെ ഒരു അടുത്തുള്ള എൻ്റെ കൂടി ഉണ്ടായത് ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവൾ എന്നോട് പറയണേ അത് പിന്നെ വേസ്റ്റ് എടുക്കുന്നതിനെന്താ, വേസ്റ്റ് എടുക്കുന്നതിനുള്ള ഒരു അഭിമാനമില്ലേ. അവരെ ജോലിയല്ലേ ചെയ്യുന്നത്. ഒരു ജോലിക്കും മടി വരാറ്. അതാണ് ഈ കേരളത്തിൽ ഇങ്ങനെ ആയിപ്പോയി. ബംഗാളികൾ നിറഞ്ഞു പോയത് അതുകൊണ്ടാണ്. ബംഗാളികളെ തുരുത്തണമെങ്കിൽ ഈ ഒരു കോംപ്ലക്സ് ഉണ്ടാണ്ടിരിക്കണം. ഈ തൂപ്പ് ജോലിയ എന്തെടുക്കാൻ ജനങ്ങൾ തയ്യാറായി മുന്നോട്ട് വരണം. ഈ ബ്ലോഗിലൂടെ, ഈ ഷുട്ടൂസ് ബ്ലോഗിലൂടെ ഞാൻ പറയാണ്, എല്ലാ അമ്മമാരും എന്തെങ്കിലും ഒരു പണിയിൽ എൻഗേജ് ആകുക, മനസ്സ് ഫ്രീ ആക്കുക. ഒരു പണിക്കും ഒരു കുറവും വിചാരിക്കണ്ടേ, എല്ലാം ചെയ്യണം. എന്നാലുണ്ടല്ലോ ബംഗാളി ഈ കേരളത്തിൽ നിന്ന് ഓടിക്കോളും. ഒരു പണി ഉണ്ടാവില്ലല്ലോ അവർക്ക്. അവർ വാങ്ങുന്ന പൈസക്ക് അവർ കുറഞ്ഞ പൈസക്കാണ് ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെ തന്നെ മതി. എന്നാൽ ഈ തിങ്ങളെല്ലാം പോയാലുണ്ടല്ലോ പിന്നെ തിരിച്ചു വരില്ല. തിരിച്ചു വരാണ്ടായാൽ നമുക്ക് പിന്നെ നമ്മളെ കേരളക്കാർക്ക് തന്നെ എല്ലാം ചെയ്യാം. ഇത് സകലയുടെ ഒരു വൃത്തിയില്ലാത്ത ബംഗാളീസ്. ഞാൻ പുറത്ത് വരും ഒരു സാധനം കഴിക്കില്ല കേട്ടോ. കാണുമ്പോൾ അറപ്പാകുന്ന അയ്യാ എന്താ ഭയങ്കര അറപ്പാകുന്നു എനിക്ക്. ആയിട്ടിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണം കേരളത്തിൽ നിന്ന്. എന്തിനാ സോറി കേട്ടോ, ചില ബംഗാളികളുണ്ട് നല്ല നീറ്റുള്ള. ഒരു ദിവസം ഞാൻ ഏതോ വീഡിയോ കുറേ ആയെന്ന് തോന്നുന്നു. ഒരു ദിവസം ഞാൻ പിന്നെ ടൗണിൽ പോരോ ഒരു പാത്രം നിറയുക പഞ്ചസാരയിൽ ഈച്ച നിറഞ്ഞിന്. ബംഗാളിയാണ് എന്തോ കലക്കിക്കൊണ്ട് ഈച്ചനെയില്ല അങ്ങോട്ട് തട്ടിയിട്ട് കാണാം പഞ്ചസാര. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അന്ന് മുതൽ ഞാൻ നിർത്തിയതാണ്. നിർത്തിക്കളഞ്ഞു. ഈ പുറത്തുനിന്ന് വെള്ളം കുടിക്കുന്നത് ഞാൻ എൻ്റെ ബാഗിൽ ഏത് നേരം വെള്ളം വെച്ചിട്ട് അങ്ങോട്ട് പോകും. എന്തിന് ഈ ബംഗാളീസിൻ്റെ നാറിയ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്? ഈ എല്ലാവരും ബംഗാളീസല്ലേ. അയ്യാ എന്തെന്ന് ഈ കേരളക്കാർ നല്ല അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബംഗാളീസെല്ലാം ഓടിക്കോളൂ. എന്നാൽ ശരി, പറഞ്ഞ് കുറച്ച് ഇതായി വെളിച്ചെണ്ണ തേച്ചിന് തലയിൽ ഞാൻ കുളിക്കണിപ്പോൾ. എൻ്റെ ഇവനും പോയി, ഷുട്ടുമില്ല, ആരുമില്ല. എല്ലാവരും അമ്മക്ക് ഭ്രാന്താന്ന് പറഞ്ഞു പോയി. എന്താ ചെയ്യുക? ഞാൻ ചിരിക്കുക കളിക്കുക, എനിക്ക് ഭ്രാന്താന്നേ ആരും പറയുള്ളൂ. ആയിക്കോട്ടെ, എനിക്ക് അതിനും പ്രശ്നമില്ല. അങ്ങനെ പറയാനോ അങ്ങനെ പറഞ്ഞോട്ടെ. എൻ്റെ മോളെങ്ങനെയാണ് അമ്മേ നല്ല കോൺഫിഡൻസ്, ഞാൻ പഠിപ്പിച്ചതും അങ്ങനെ തന്നെ. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്, ആ 2 വാക്ക്. പിന്നെ ഞാൻ എൻ്റെ ട്യൂഷൻ കുട്ടികൾക്കെല്ലാം ക്ലാസ് എടുക്കുന്നത് അമ്മമാരെ സ്നേഹിക്കുക. ഭാര്യ വന്നു കഴിഞ്ഞാൽ ഇപ്പം പിള്ളേർ ചിരിക്കും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ. അപ്പം ഭാര്യമാർ വന്നു കഴിഞ്ഞാൽ
ഭാര്യമാർക്ക് കൊടുക്കേണ്ട സ്ഥാനം അവർക്ക് കൊടുക്കാം, അമ്മക്ക് കൊടുക്കേണ്ട സ്ഥാനം തീർച്ചയായിട്ടും കൊടുക്കണം. ആൺകുട്ടികളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആൺകുട്ടികൾ നന്നായിട്ട് പണിയെടുക്കണം. നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് പണിയെടുക്കണം. എന്നാൽ ഒരു നേരം അമ്മക്ക് സഹായം ഉണ്ടാവില്ല. ഞാൻ ഒരു ദിവസം അതിന് മാറ്റി വെച്ചിട്ട്, ആൺകുട്ടികളാണ് അധികം എൻ്റെ അടുത്ത് വരുന്നത് ട്യൂഷന്. അപ്പം ഞാൻ ആൺകുട്ടികളെ വരമില്ലക്കോ ഇനി എന്താണ് ഇന്ന് ചെയ്തേ, അടിച്ചു വാരി കൊടുത്തിനോ, തേച്ച് കഴുകി കൊടുത്തിനോ, എന്താ നിങ്ങളെല്ലാം വിചാരം, പ്ലേറ്റ് ആരെ തിന്നിട്ടിട്ട് പോവുക, ഇങ്ങനെ ഞാൻ ചോദിക്കൂ. അങ്ങനെ എല്ലാത്തിനും വരട്ടി കളിക്കുക. എന്നാൽ ശരി, നമുക്ക് വേറെ വീഡിയോ കാണാം. എന്താണെന്നാ, എനിക്ക് കുളിക്കണം, മാറ്റണം, ട്യൂഷന് കുട്ടികൾ വരുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കണം, ഹസ്ബൻഡിന് ഭക്ഷണം ഉണ്ടാക്കണം, കുറേ പണിയുണ്ട്. എന്നാൽ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.